നമസ്കാരം. ഇന്ന് ശാസ്തമംഗലം പൈപ്പിൻമുഡ് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് 2200 സ്ക്വയർ ഫീറ്റ് 5.5 സെൻറ്റ് സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ 2 കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. വിശാലമായ പാർക്കിംഗ് ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. നമ്മൾ കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ടാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ മണിച്ചിത്രത്താഴിൻ്റെ ഫോമിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. അതിനകത്തോട്ട് കയറിയ 2 ഡോറുകൾ തുറക്കാം. 2ആയിട്ട് തുറക്കുന്ന രീതിയിലാണ് ഡോറുകൾ ചെയ്തിട്ടുള്ളത്. അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയനകത്ത് നല്ല തടിയിലാണ് സംഗതി ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് കയറുമ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല യൂണിക്കായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഫാബറിൻ്റെ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുന്ന് വരുമ്പോൾ അടുത്ത ഒരു ബെഡ്റൂമാണ്. താഴത്തെ തന്നെ ഒരു ബെഡ്റൂം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലത്തുള്ള സ്റ്റെയറിന് സമീപമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബാത്റൂം ചെയ്തിട്ടുണ്ട്. എല്ലാം ഫർണിഷ്ഡ്, എല്ലാം ചെയ്തിരിക്കുകയാണ്. വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം അവരുടെ ഇതിൻ്റെ ഓണർ തന്നെ താമസിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. തേക്കിൻ്റെ തടിയിലുള്ള സ്റ്റെയറാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ തേക്കിൽ തീർത്ത സ്റ്റെയറുകളാണ്, തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശോധിക്കാം. മുകളിൽ കയറുമ്പോൾ തന്നെ ഒരു അപ്പർ ലിവിങ് നമുക്ക് കാണാം. അവിടുന്ന് ഇടത് വശത്തേക്ക് തിരിയുമ്പോൾ ബാത്റൂമാണ്. ബാത്റൂം ഒരു പുതിയ ഫോർമാറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ പെട്ടെന്ന് അത് ബാത്റൂമാണ് തോന്നുന്നില്ല, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബാത്റൂം കഴിഞ്ഞ് വരുമ്പോൾ റൂമാണ്. റൂമിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഇത് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് മൊത്തം എല്ലാം വിഷ്വൽ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം ഇവിടെ നിന്ന് തന്നെ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ മുഴുവൻ കാണാം. ഇവിടെ ഇരിക്കാം, അതിനുള്ള സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമിനകത്തും എല്ലാം വർക്ക്, ബാത്റൂമിൻ്റെ എല്ലാ വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കെല്ലാം ഫിനിഷ്ഡ് ആണ്. നോക്കാം, നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന ഒരു വീടാണ്. ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കവേർഡായിട്ട് നമുക്ക് ഒരു റൂമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് അപ്പർ പോർഷൻ വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാവുന്ന രീതിയിൽ, പുറത്തുനിന്ന് സ്റ്റെയർ കൊടുക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലൊരു സംഗതി താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുകളിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി വളരെ യൂണിക്കായ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തുള്ള എല്ലാ വിഷ്വൽസും കാണാവുന്ന രീതിയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത്. അത് മുകളിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്.
ബാൽക്കണി വളരെ യൂണിക്കായ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തുള്ള എല്ലാ വിഷ്വൽസും കാണാവുന്ന രീതിയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത്. സ്റ്റെയറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു വിഷ്വൽ കാണാവുന്ന രീതിയിൽ ഗ്ലാസ് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. പുറത്ത് നല്ല ഗ്രീനറി, നല്ല വിഷ്വൽസ് കാണാവുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ പീസ്ഫുള്ളായി താമസിക്കാൻ കഴിയുന്ന രീതിയിലൊരു വീട് ചെയ്തിരിക്കുകയാണ്. നഗരത്തിലാണെങ്കിലും ചുറ്റും ഏതൊരു വിധമായ ഡിസ്റ്റർബൻസുകളും വാഹനത്തിൻ്റെതായ വല്ല മറ്റെന്തെങ്കിലും രീതിയിലുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ പീസ്ഫുള്ളായി താമസിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന വീടാണ്. 6 മാസം മാത്രം പഴക്കമുള്ള ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില 1,75,00,000 രൂപയാണ്. താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നെഗോഷ്യബിൾ ആണ്.